ഞാനെപ്പോഴും ഗ്രഹപാഠത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അത് ഹോംവർക്ക് ചെയ്യണം. പക്ഷേ ഹോംവർക്ക് കൊണ്ട് മാത്രം കാര്യമില്ല. പക്ഷെ നമുക്ക് അടുക്കി കെട്ടി പറയാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് നമ്മുടെ മനസ്സിലുണ്ട്. പിന്നീട് സാഹചര്യമാണ്, 50% സാഹചര്യമാണ്. എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആരാണ്, അമിത്ഷാ അവിടെ സഭയിലുണ്ട്, ചിലപ്പോൾ നമ്മൾ അങ്ങോട്ടൊന്ന് ഫോക്കസ് കൊടുക്കും, അല്ലെങ്കിൽ ആ രീതിയിൽ അങ്ങ് പോവും. അത് ആ 50% എന്ന് പറയുന്നത് അവിടുത്തെ ഉരുത്തിരിയുന്ന സാഹചര്യമാണ്. തൊട്ട് മുമ്പ് പ്രസംഗിച്ചവരാരാണ്, അവരെന്താണ് യഥാർത്ഥത്തിൽ പറഞ്ഞത്, ഇങ്ങനെയൊക്കെ ഒരുപാട് ഘടകങ്ങളുണ്ട്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തി സാറ് ഞങ്ങളെപ്പോലുള്ള ബാക്ക് ബെഞ്ചേഴ്സൊക്കെ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുമ്പോൾ വലിയ കേന്ദ്രമന്ത്രിമാരൊന്നും ഇടപെടില്ല. എൻ്റെ ഒരു 6-7 മിനിറ്റ് ഉള്ള ഒരു പ്രസംഗത്തിൽ 4 കേന്ദ്രമന്ത്രിമാർ ഇടപെട്ടു. ഏത് അമിത്ഷയും നിർമ്മലാ സീതാരാമനും പീയൂഷ് ഗോയലും. എനിക്ക് സന്തോഷമുള്ള കാര്യത്തിൽ, കാരണം വെച്ചാൽ അവർക്ക് അതിനകത്തൊരു സാഹചര്യം കിട്ടുന്നുണ്ട്, കിട്ടിക്കോട്ടെ. പക്ഷേ അത് ഒരു പരോക്ഷമായി പറഞ്ഞാൽ എനിക്ക് കിട്ടുന്നൊരു ആദരവും കൂടിയാണ്. എന്താ കാരണം വെച്ചാൽ ഇത്രയും പേര് ഇടപെടുന്നുണ്ടല്ലോ. ഈ പാർലമെന്റിന്റെ പല ഭാഗങ്ങളിലൊക്കെ നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ട്, ഈ പ്രതിപക്ഷം ഭരണപക്ഷം എന്നില്ല, അത് കഴിഞ്ഞാൽ പിന്നെ വന്ന് നല്ല പ്രസംഗമായിരുന്നു അഭിനന്ദിക്കാറുണ്ട് പലരും. അങ്ങനെയൊക്കെ അഭിനന്ദനം തീർച്ചയായിട്ടും ആരൊക്കെയാണ് പ്രധാനമായിട്ടും? എല്ലാവരും അഭിനന്ദിച്ചിട്ടുണ്ട്. കേന്ദ്രമന്ത്രിമാരൊക്കെ ഒരു വഴക്ക് നല്ല ഷാർപ്പായിട്ടുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞിട്ട് ആ സമയത്ത് അവർ വളരെയധികം ഡിഫൻസിലോ അല്ലെങ്കിൽ അല്പം ഈർഷ്യ കാണിച്ചെങ്കിൽ പോലും പിന്നീട് ഈ പറഞ്ഞ ലൗഞ്ചിലേക്ക് വരുമ്പോൾ വളരെയധികം അത് വളരെ നല്ല ചോദ്യമായിരുന്നു, ഭയങ്കര ശക്തമായിരുന്നു, അതെല്ലാവരും പറയും. അല്ല, അതൊരു മര്യാദയുടെ ഭാവമാണ്. ഈ കഴിഞ്ഞ സമ്മേളന കാലങ്ങളിൽ സുരേഷ് ഗോപിയുമായി ഏറ്റവും കൂടുതൽ സാഹചര്യം, അതായത് അടുത്ത കാലത്ത് ഏറ്റവും കേരളത്തിൽ ശ്രദ്ധിക്കപ്പെട്ടത് അതാണ്, മുന്ന വിഷയമൊക്കെ. അതൊക്കെ എങ്ങനെയാണ് ആ സമയത്തൊരു ഓൺ ദ സ്പോട്ടിൽ നമ്മൾ വന്നാണോ? അത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതായത് ഇവർ ഭയങ്കര ഈ പറഞ്ഞ മുനമ്മൽ സംഭവത്തെ മുൻനിർത്തിയിട്ട് BJP സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഒരു ആരവമുണ്ട്. ആ ആരവത്തിൽ ഒരുപാട് വ്യാജത്തരമുണ്ടെന്നുള്ളൊരു ബോധ്യമുണ്ട്. അതൊന്ന് എക്സ്പോസ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം വന്ന് പെട്ടുപോയി എൻ്റെ മുമ്പിൽ. എന്താ കാരണം വെച്ചാൽ ഞാൻ സുരേഷ് ഗോപി ഉദ്ദേശിച്ച് പറഞ്ഞൊന്നും അല്ല. ആക്ച്വലി ഞാനൊരു ഒരു മെറ്റഫറായിട്ട് പറഞ്ഞാണ്, ഒരു പ്രതീകാത്മകമായി സംസാരിച്ചതാണ്. അപ്പോൾ മൂപ്പർക്ക് തോന്നി മൂപ്പറതാണ് മുന്നാന്ന് വിചാരിച്ച് പുള്ളി അങ്ങോട്ട് ചാടി വീണു. യഥാർത്ഥത്തിൽ ഞാൻ കുറച്ചും കൂടി ഒന്ന് ഫോക്കസ് ചെയ്തത് നമ്മുടെ ജോർജ് കുര്യനെയാണ്. എന്നുവെച്ചാൽ പുള്ളിയാണ് തലേദിവസം എന്തോ കുരിശെന്നൊക്കെ പറഞ്ഞിട്ട് യേശു ക്രിസ്തു അപ്പോൾ പക്ഷെ പുള്ളിക്ക് കാര്യം മനസ്സിലായപ്പോൾ പുള്ളി പയ്യെ തല താത്തി, പുള്ളി പ്രതികരിക്കാൻ പോയില്ല. ഇത് അപകടമാണെന്ന് മനസ്സിലായി. ഈ സുരേഷ് ഗോപി എഴുന്നേറ്റപ്പോഴും മുന്നിലിരിക്കുന്ന BJP നേതാക്കൾ, എനിക്ക് തോന്നുന്നു JP നഡ്ഡ ഉൾപ്പെടെ പുള്ളിയോട് ഇരിക്കുമെന്ന് പറയുന്നുണ്ട്. ഞാൻ കാണുന്നുണ്ട്, ക്യാമറയെ കാണുന്നില്ലെങ്കിൽ ഞാൻ കാണുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും പുള്ളി വേറൊരു ഗിയറിലേക്ക് പോയി, പിന്നെ തിരിച്ചെടുക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അല്ല, ഞാൻ ഇതുവരെ മലയാളത്തിൽ സംസാരിച്ചില്ല, ആ സമയത്ത് മാത്രം. എന്താ കാരണം വെച്ചാൽ അവിടെ സമരം നടക്കാൻ ഈ മുനമ്പത്ത്. അതുകൊണ്ട് ഞാൻ ആദ്യത്തെ ഭാഗം ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് സംസാരിച്ചിട്ട് അവസാനത്തെ ഒരു ഭാഗം കേരളത്തെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. അതിന് നഡ്ഡ ഇതിനിടയ്ക്ക് പറഞ്ഞു. അതിനുശേഷം പിന്നീട് അദ്ദേഹം മറുപടി പറഞ്ഞു വളരെ ബുദ്ധിപരമായിട്ട് പറയേണ്ട പല കാര്യങ്ങളും ബില്ലിനെക്കുറിച്ച് ഇംഗ്ലീഷ് പറഞ്ഞ് പിന്നെ കേരളത്തെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മലയാളം ഉപയോഗിച്ചു എന്നുള്ളത്. ഞാൻ ഈ പ്രസംഗം കഴിഞ്ഞിട്ട്, സത്യം നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്, നിങ്ങൾക്ക് അവിടെ ക്യാമറ ഇല്ലാത്തതുകൊണ്ടാണ്, ആ പ്രസംഗം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി ഞങ്ങൾ ഒരുമിച്ച് എന്തെല്ലാം വർത്തമാനം പറഞ്ഞിട്ടാണ് പോയെന്നറിയോ? അത് നിങ്ങൾ കാണുന്നില്ലാത്തതുകൊണ്ടാണ്. സുരേഷ് ഗോപിയായിട്ട് എനിക്ക് എത്ര കാലത്തെ ബന്ധമുണ്ടെന്നറിയോ? സുരേഷ് ഗോപി സിനിമയിൽ നിന്ന് അല്പം പിൻവാങ്ങിയിരിക്കുന്ന ഘട്ടത്തിൽ സിനിമകൾ ഇല്ല എന്ന് വേണം പറയാം. ഇല്ലാത്തൊരു കാലഘട്ടം എല്ലാ ആൾക്കാർക്കും ഉണ്ടാകുന്നതാണല്ലോ. ആ സമയത്ത് സുരേഷ് ഗോപിയുടെ ഒരു 2ാം വരവെന്നുള്ളതിൻ്റെ ഒരു നിമിത്തം ഞാനന്ന് സ്റ്റാറിൽ ഏഷ്യാനെറ്റിലുണ്ട്. ഞാനാണ് അദ്ദേഹത്തിനെ കണ്ട് വിളിച്ച് ഞാൻ സംസാരിച്ച് നിങ്ങൾക്ക് വാങ്ങാം കോടീശ്വരം എന്നുള്ള പരിപാടി ലോഞ്ച് ചെയ്യുന്നു. യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി 2ാം റൗണ്ടിൽ വലിയ ജനകീയനായി മാറിയതിൻ്റെ ഏറ്റവും പ്രധാനം ഞാനാണ് എല്ലാം ഡീൽ ചെയ്തത്. അദ്ദേഹത്തിനോട് സംസാരിക്കുകയും അത് അദ്ദേഹത്തിലേക്ക് കോപ്റ്റ് ചെയ്യുകയും ആ പ്രോഗ്രാമിൻ്റെ പുള്ളിയെ കൊണ്ടുവരികയൊക്കെ ചെയ്ത് ഞാനാണ്. അത് പുള്ളിക്കാരി ഞങ്ങൾ തമ്മിലുള്ള സംസാരമൊക്കെയാണ്. അപ്പോൾ എത്രയോ അന്ന് ഞങ്ങൾ കൈമാറാത്തതായിട്ടുള്ളൊരു കാര്യവുമില്ല. ആ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ആയിരുന്നല്ലോ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. പുള്ളി BJPയിലേക്ക് വന്നതിന് ശേഷം അതിനകത്ത് മാറ്റം ഉണ്ടായിട്ടുണ്ടോ? അല്ല, BJPയിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മാറ്റമുണ്ടല്ലോ. പക്ഷേ വ്യക്തിപരമായ സംഭാഷണങ്ങളിലൊന്നും ഞങ്ങൾക്ക് ഇടയിലൊരു ഈർഷ്യയില്ല. ഞാനൊരിക്കലും അദ്ദേഹം ബ്രിട്ടാസിൻ്റെ വീട്ടിൽ പോയി ചോദിക്കുന്നൊക്കെ പറയുമ്പോഴും പിന്നീട് എന്നോട് സംസാരിച്ചപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അതിനോട് ഒരു അലോഹയില്ലെന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിനോട് ഒരു അലോഹയില്ല. ആകെ ഞാൻ പറഞ്ഞത് പുള്ളിക്കൊരു രാഷ്ട്രീയ തിരക്കഥാകൃത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ സ്ക്രിപ്റ്റ് റൈറ്ററുടെ ആവശ്യമുണ്ട്. എന്നുവെച്ചാൽ സിനിമയിൽ പുള്ളിക്കൊരു സ്ക്രിപ്റ്റ് റൈറ്ററുണ്ട്, നമ്മുടെ രഞ്ജിയെ പോലെ. ഞാൻ രഞ്ജിയോട് പറയുകയും ചെയ്തു, രഞ്ജി ഇത് ഒന്ന് ഈ പണിയും കൊണ്ടൊന്നും ചെയ്യാൻ പറ്റും നോക്ക് എന്ന്. കാരണം വെച്ചാൽ നിങ്ങളുടെ പഴയ സ്നേഹിതനെ അങ്ങനെ ഉപേക്ഷിക്കാൻ പാടില്ല.